and welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me, Lerin Davies, your physics master teacher. ആൻഡ് യെസ് +1 സ്റ്റുഡൻസിൻ്റെ ഒരു സംശയമാണ്, ഓണപ്പരീക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് പരീക്ഷയും ഞങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവില്ലേ എന്നുള്ളൊരു ചോദ്യം എല്ലാ +1 സ്റ്റുഡൻസിൻ്റെയും ഉള്ളിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരുപാട് കമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്, ക്രിസ്മസ് എക്സാം ഞങ്ങൾക്കുണ്ടാകുമോ എന്ന് ചോദിച്ചിട്ട്. സോ മക്കളെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതിന് നിങ്ങളുടെ 80% സിലബസും ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അതായത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അതിന് 80% പോർഷൻസും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. ഓണപ്പരീക്ഷ ഒഴിവാക്കിയതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം അഡ്മിഷൻ പ്രോസസ്സ് വളരെയധികം സമയമെടുത്തിരുന്നു. ആ സമയമെടുത്തതിന്റെ ഭാഗമായിട്ട് പല സ്കൂളുകളിലും അതുപോലെ തന്നെ മഴക്കെടുതിയും നമ്മൾ സാരമായിട്ട് ബാധിച്ചിരുന്നു. അപ്പോൾ പല സ്കൂളുകളിലും പോർഷൻസ് എടുത്തു തീർന്നിട്ടില്ല. ചില സ്കൂളുകളിൽ രണ്ടാമത്തെ ചാപ്റ്റർ പോലും ഫിനിഷ് ചെയ്യാതിരുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഒരു എക്സാം ഓണപരീക്ഷ എന്നുള്ള രീതിയിൽ +2 നടന്ന പോലെ +1 നടക്കാതെ പോയത്. പക്ഷേ ഇപ്പം നമുക്കറിയാം നമ്മുടെ എല്ലാ അവസ്ഥകളും സ്റ്റേബിൾ ആണ്. നമ്മുടെ സ്കൂളിലൊക്കെ പോർഷൻസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നു, അസൈൻമെന്റ്സും ഹോംവർക്കും ഒക്കെ ചെയ്യുന്നു. എല്ലാം ഒരു ബാലൻസ് കണ്ടീഷൻ അല്ലെങ്കിൽ എല്ലാം ഒരു സ്റ്റേബിൾ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കൂളിലൊക്കെ പോർഷൻസ് ഒക്കെ വളരെ തീവണ്ടി പോകുന്ന പോലെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ അവെയർ ആണ്. ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 80% സിലബസും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. സോ മക്കളെ എക്സാം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. ഉണ്ടാകും, 100% ഉറപ്പ്. ക്രിസ്മസ് പരീക്ഷയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. +1 എല്ലാ സ്റ്റുഡൻസിനും ക്രിസ്മസ് എക്സാം ഉണ്ടായിരിക്കും. ആൻഡ് സിലബസിന്റെ വലിപ്പം നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യമായിട്ടാണ്, അതായത് SSLC കഴിഞ്ഞിട്ട് വലിയൊരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടതാണ് +1. ആ +1 എക്സാം ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. സോ ഓഫ്കോഴ്സ് നമ്മൾ ആ ഓണപരീക്ഷയുടെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഓണപരീക്ഷ നടന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ്. കാരണം ഗവൺമെന്റിന്റെ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു പരിചയം നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് യെസ് ഓഫ്കോഴ്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഗവൺമെന്റിന്റെ എക്സാം എഴുതാൻ പോകുന്നത് ക്രിസ്മസിന്. സോ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ആൻഡ് ഇത്രയും തന്നെ പോർഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നമ്മൾ 10th കണ്ടതുപോലെ എല്ലാം ഒരുപാട് പഠിക്കാനുണ്ട്. അതായത് 10th നമുക്ക് മേ ബി നമ്മളൊരു അവസാനത്തെ 2 ദിവസം പഠിച്ചാലും നമുക്ക് തീരുമായിരുന്നു. പക്ഷേ ഇതങ്ങനെ തീരത്തില്ല മക്കളെ. തീർച്ചയായിട്ടും വളരെയധികം കോൺഷ്യസ് ആയിട്ടിരിക്കുക, നല്ല രീതിയിൽ പഠനം സ്റ്റാർട്ട് ചെയ്യുക. പറ്റിയാൽ ഇന്ന് മുതൽ ഈ മൊമെന്റ് മുതൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഓൾറെഡി നിങ്ങൾക്ക് എത്രത്തോളം സിലബസ് വരും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരും. സോ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും, ഇതൊക്കെ പഠിച്ചു തീർക്കണമല്ലോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ദിവസങ്ങൾ മതിയാകില്ലേ എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇന്ന് തന്നെ ടൈം ടേബിൾ ഫിക്സ് ചെയ്തിട്ട് ക്രിസ്മസ് എക്സാം അടിച്ചു പൊളിക്കുക. ആൻഡ് മക്കളെ ഒരു സംശയവും വേണ്ട, വേദാന്തു മലയാളം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ്, നിങ്ങൾക്കല്ല നിങ്ങളുടെ സീനിയേഴ്സിന് ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഹെൽപ്പ് ചെയ്ത പോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ക്രിസ്മസ് എക്സാമിനും. നിങ്ങൾ നല്ല മാർക്ക് വാങ്ങാനായിട്ടുള്ള ഫുൾ കപ്പാസിറ്റിയിൽ നിങ്ങൾ എത്തിച്ചിട്ടേ ഞങ്ങൾ ഉറങ്ങുള്ളൂ, ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയുള്ളൂ. 4 ടീച്ചേഴ്സും 3 സബ്ജക്റ്റും നിങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കാനായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയാണ്. വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് മക്കളെ. സോ ഈ ക്രിസ്മസ് പരീക്ഷ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നേരിടാം. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പോൾ ഉള്ള 1 ഷോട്ട് വീഡിയോസ് ഒക്കെ കാണാം. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ഒരുപാട് സെഷൻസ് വരാനിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിലൊക്കെ സംശയമുണ്ടോ, ഇവരെ വീഡിയോസ് ഒക്കെ തരുമോ എന്നുള്ളതൊരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓണപരീക്ഷാ സമയത്ത് +2 സ്റ്റുഡൻസിന് കൊടുത്തിട്ടുള്ള വീഡിയോസ് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ ഡബിൾ ട്രിപ്പിൾ ലെവലിലോട്ട് പോകും. കാരണം അത്രത്തോളം വീഡിയോസ്, അത്രത്തോളം സപ്പോർട്ട് നമ്മുടെ ചാനലിൽ നിന്ന് സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് അവൈലബിൾ ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പം തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ.